അഡ്വക്കേറ്റ് സേനാപതി വേണു, എന്തായാലും താങ്കൾ പറഞ്ഞ പോലുള്ള ആ ചരിത്രം, ഭൂതകാലം, അത് നമുക്ക് തൽക്കാലം വിസ്മരിക്കാം. ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുമെങ്കിൽ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിന് ഷാങ്ഹായ് ഉച്ചകോടി തുടക്കം കുറിക്കുമെങ്കിൽ അതിന് സ്വാഗതം ചെയ്യുന്നതല്ലേ നല്ലത്. നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞു വെച്ചതും അതാണ്. അതായത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ഉച്ചകോടിയിൽ പരസ്പരം അവർ സംസാരിച്ചു, ഉള്ളു തുറന്ന് സംസാരിച്ചു. രണ്ട് നേതാക്കന്മാരുടെയും ശക്തമായിട്ടുള്ള പ്രസ്താവനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലെല്ലാം വരുന്നുണ്ട് സൈനികമായിട്ടുള്ള ബന്ധം, അതുൾപ്പെടെ മറ്റ് നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത, അനിവാര്യത, അതെല്ലാം എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ മാറ്റമാവാം എന്ന് ഇരു രാഷ്ട്രങ്ങളും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട്, ഒരു സഹകരണമായിട്ട് മാറുകയാണെങ്കിൽ നമ്മളതിനെ ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടോ? കോൺഗ്രസ് കൂടി ഇതിൽ സഹകരിക്കല്ലേ വേണ്ടത്. നിങ്ങളുടെ നേതാവ് രാഹുൽ ചൈനയായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ് കേട്ടോ, അതും മറക്കരുത്, വിസ്മരിക്കരുത്. അല്ല, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യവും ഉത്തരവും ഹൈപ്പോത്തറ്റിക്കലാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. പക്ഷെ അനുഭവം അതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ കേണൽ ഡിന്നി ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സൈനികമായിട്ടുള്ള സഹകരണം ഉണ്ടാവുകയും അതിർത്തിയിൽ നിന്ന് സൈന്യങ്ങൾ പിൻവലിക്കപ്പെടുകയും ചെയ്താൽ, ഏതാണ്ട് 3325 കിലോമീറ്റർ ചൈനീസ് അതിർത്തിയാണ്. അവിടെ നിന്ന് ഇരു സൈന്യങ്ങളും പഴയ ബാരക്കുകളിലേക്കോ അല്ലെ പഴയ അതിർത്തികളിലേക്കോ മാറുകയും അതിർത്തിയിൽ സംഘർഷം ഒഴിവാകുകയും ചെയ്താൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയൊരു തലവേദന ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ നമ്മൾ ഈ പ്രഹാർ കോർ എന്നൊക്കെ പറയുന്ന പുതിയ സൈനിക ഡിവിഷനുകളൊക്കെ രൂപീകരിച്ച്, കാരണം ഏത് സമയവും നമ്മൾ ഭയപ്പെടുന്ന ഒന്നായിരുന്നല്ലോ, അതായിരുന്നല്ലോ ഗൽവ ആക്രമണത്തിന് ശേഷമൊക്കെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനെ ഒരു ഉച്ചകോടിക്ക് ശേഷം ആ ഒരു സൈനികമായ പിന്മാറ്റം അത് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ, അതിർത്തി സംഘർഷരഹിതമായി കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വളരെ വലിയൊരു കാര്യം ആണ് എന്നുള്ള തർക്കമില്ല. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചേരുമ്പോഴേക്കും ചൈനയും ഇന്ത്യയും ആകുമ്പോഴത്തേക്കും 300 കോടിയോളം വരും ജനസംഖ്യ, 280, 290. അപ്പൊ അതിനോടൊപ്പം റഷ്യ കൂടി ചേരുമ്പോഴത്തേക്കും വേണ്ടി ഒരു 25-30 കോടിയോടെ വരികയാണ്. അപ്പം ലോക ജനസംഖ്യയുടെ ഒരു 1/4 എന്ന നിലയിലേക്ക് ഈ യൂണിറ്റ് വരികയാണ്. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബിസിനസ് താല്പര്യമാണ്. ഇപ്പൊ ബിസിനസ് താല്പര്യത്തിന്റെ അകത്ത് ചൈന പോലെ ഒരു രാജ്യം നമുക്കൊരു മാർക്കറ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കിട്ടുന്നത് അവർക്ക് ഗുണകരമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ മാർക്കറ്റ് അല്ല നമുക്ക് ചൈനയിലുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് $84 ബില്യൺ. റഷ്യയിലേക്ക് കേവലം 5 ബില്യണും ചൈനയിലേക്കുള്ളത് 15 ബില്യണുമാണ്. അപ്പോൾ ഇത്രയും കുറവ് വന്നിട്ടുള്ളത്, ഇനി ചൈന ഇത്രയും അധികം ആളുകളുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങൾ അവർക്ക് വേണ്ട, സമുദ്രോൽപ്പന്ന സാധനങ്ങൾ അവർക്ക് വേണ്ട, നമ്മൾ കയറ്റി അയക്കുന്ന ടെക്സ്റ്റൈൽസ് അവർക്ക് വേണ്ട, നമ്മൾ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ, എന്താ പറയുക, നമ്മുടെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, പേഴ്സ്, അതൊന്നും അവർക്ക് ആവശ്യമുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉച്ചകോടിയിൽ അവരെ കണ്ടെത്തുകയും അവരെ നമ്മുടെ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്താൽ പോലും ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന ഈ എക്സ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അത് വളരെ റീസെന്റ് ആയിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഏതായാലും ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 ശക്തികൾ അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിപ്പോൾ നിലനിൽക്കുന്ന ആ ശാക്തിക ചേരിയിൽ വലിയ മാറ്റവും ഉണ്ടാകും. ആ മാറ്റം അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരികയാണ് എങ്കിൽ നമുക്ക് ഗുണകരമാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഉച്ചകോടി നടക്കുമ്പോഴും പാകിസ്ഥാനെ മാനസികമായും ശാരീരികമായിട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഏതാനും ദിവസങ്ങൾക്കല്ലെങ്കിൽ 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൽ പോലും പ്രധാനമായും പാകിസ്ഥാൻ ഉപയോഗിച്ചത്, വിജയിച്ചോ വിജയിക്കാതിരിക്കോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം, ആ ഉപയോഗിച്ച ആയുധങ്ങൾ മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ചൈനക്കാരാണ്. അപ്പോ നമ്മുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കിടക്കുകയും ആ രാജ്യത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ആയുധവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾ, അവർ ഇന്ത്യയുടെ ഗുണം അല്ലെങ്കിൽ ഇന്ത്യയുടെ നന്മ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തെ അവരേതെങ്കിലും ഒരു കാര്യത്തിൽ അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളോട് കൂട്ടുകൂടിയേ മതിയാവും. കാരണം ട്രംപ് കാണിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിത്തം ഇനി ഇൻ ദ ലോങ് റൺ
ഇപ്പം ഇവിടെ നമ്മളെ എന്താ പറഞ്ഞ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ നിർമ്മൽ അദ്ദേഹം സൂചിപ്പിക്കും, ഇൻ ദ ലോങ് റണ്ണിൽ ഇത് അമേരിക്കയ്ക്ക് ദോഷകരമായിട്ട് വരികയുള്ളൂ. കാരണം നമ്മൾ 150 കോടി ജനസംഖ്യയുള്ളതാ, അവര് നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുള്ളൂ. ചിലപ്പം ഇപ്പോഴത്തെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ അമേരിക്കയിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇൻ ദ ലോങ് റണ്ണ് നമുക്ക് ഇത്രയും വിപുലമായ ഒരു ജനസംഖ്യയുള്ള ഒരു മാർക്കറ്റ് നമ്മൾ അമേരിക്കൻ സാധനങ്ങൾ ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ സാധനങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ അമേരിക്കയിലെ തന്നെ ഒരു വിദേശകാര്യം പറഞ്ഞ പോലെ ആനയെ കൈകൊണ്ടിരിക്കുന്ന പോലെയാണ് അമേരിക്കക്കാരൻ ഇന്ത്യയെ ആക്രമിക്കുന്നത്, ഇന്ത്യ എന്ന ആനയെ കൈകൊണ്ടിരിക്കുന്നത് പോലെയാണ്. അപ്പൊ ലോങ് റണ്ണിൽ അവർക്ക് ആ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളുടെ സ്ഥിതിവിശേഷം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സാബു ജേക്കബിനെ പോലെ ഒരാൾ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ് അവർ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ അത് ഏറിയാൽ 1 വർഷം മാത്രം ഒക്കെ അല്ലേ അതിന്റെ ഒരു എന്താ പറഞ്ഞ ഡ്യൂറേഷൻ അത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ അത് വിൽക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനം പൂട്ടിപ്പോവും. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴത്തെ ഈ ആഘാതത്തിൽ ഭയപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ പോലുള്ള ആളുകൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഒരുപക്ഷെ റഷ്യയുടെ ഈ നിലപാട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് എങ്കിൽ നമുക്കതിനെ സ്വാഗതം ചെയ്യാം. മറിച്ച് 50കളുടെ അവസാനത്ത് കണ്ട പോലെ നമ്മൾ അന്നത്തെ ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് നമ്മൾ വിളിക്കുകയും നമ്മളെ ആക്രമിക്കാനുള്ള വേദിയായിട്ട് പിന്നീട് അവരതിനെ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഏതായാലും 62-ന് ശേഷം തുറന്ന യുദ്ധം ഉണ്ടായിട്ടില്ല. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൈന്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക പട്രോളിങ്ങിനിടയിലുള്ള സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചൈനയുമായി ഒരു തുറന്ന യുദ്ധം ഉണ്ടാകരുത് എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം ലോകത്തിലെ ഇത്രയും വലിയ 2 വൻ ശക്തികൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അത് തുറന്ന മനസ്സോടുകൂടി ചൈന ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. അപ്പോഴും കോൺഗ്രസിന്റെ നിലപാട് ശ്രീ ജയറാം രമേശ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചരിത്രത്തിന്റെ പിൻബലത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയുടെ വികസനത്തെയോ ഇന്ത്യയുടെ നന്മയോ ഇന്ത്യയുടെ സമാധാനത്തെയോ ആഗ്രഹിച്ച ഒരു രാജ്യമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇന്ത്യക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരന് ശരിയാണല്ലോ അവന്റെ നിലപാട്. ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ കായംകുളത്ത് ഒരു പ്രസംഗം നടത്തിയല്ലോ, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ. കാരണം അവര് പല ഘട്ടത്തിലും സ്വീകരിക്കുന്ന നിലപാടുകൾ രാജ്യത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ചങ്ങാത്തം, ആ ചങ്ങാത്തം അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അവിടെ സംശയത്തോടു കൂടി തന്നെ ഇവരെ നോക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് നമ്പ്യാർ ഞാൻ ആദ്യം പറഞ്ഞത്, വീണ്ടും ആവർത്തിക്കുന്നു. അതിൽ വിദേശകാര്യ വിദഗ്ധൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ സംസാരിക്കാം. ഞാനും അതാണ് നോക്കിയിരിക്കുന്നത്.